ആളൂരിൽ വാഹനാപകടത്തിൽ മരിച്ച ജുവിന്റെ വിഷയം സഭയിൽ ഉയർത്തി തോമസ് ഉണ്ണിയാടൻ. ഇലക്ട്രിക് വാഹനം ഉപയോഗത്തിനും ഹെൽമറ്റ് നിർബന്ധമാക്കാൻ സർക്കാർ നിയമനിർമ്മാണത്തിലേക്ക്. തൃശൂർ പുത്തൂർ പൊന്നുകരയിൽ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. അയ്യന്തോൾ പുത്തൂർക്കര സ്വദേശി ജിജേഷാണ് മരിച്ചത്. മാനേജ്മെന്റുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. തൃശൂരിൽ സമരം കടുപ്പിച്ച് ജൂബിലി അമല ഹോസ്പിറ്റലിലെ നഴ്സുമാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്തെ എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്ന കാര്യത്തിൽ സർക്കാർ ഗൗരവമായ പരിഗണനയിലാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാന സർക്കാരിനുള്ള ചട്ടനിർമ്മാണ അധികാരം ഉപയോഗപ്പെടുത്തി വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. തോമസ് ഉണ്ണിയാടൻ MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ആളൂരിൽ പോലീസ് വാഹനമിടിച്ച് 2 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവം സഭയിൽ ഉയർത്തിയായിരുന്നു ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടന്റെ സഭയിലെ ശ്രദ്ധ ക്ഷണിക്കൽ. ആളൂരിൽ വാഹനമോടിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്ന് ഉണ്ണിയാടൻ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സർ, എൻ്റെ നിയമമണ്ഡലത്തിൽ ആളൂരിൽ ഈ തരത്തിലുള്ള ഇരുചക്ര ഇലക്ട്രിക് വാഹനം ഓടിച്ച് ജൂവിൻ രാജ്, അതുപോലെ തന്നെ അനന്തകൃഷ്ണൻ എന്നീ വിദ്യാർത്ഥികൾക്ക് മാരക പരിക്കുകളുണ്ടായി. അതിൽ സാർ ജൂവിൻ രാജ് മരണപ്പെടുകയും ചെയ്തു. 2 പേർക്കും ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. പോലീസ് വാഹനമാണ് ഓടിച്ചതുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ സമയത്ത് തന്നെ പോലീസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സാമ്പത്തിക സഹായം കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ കേന്ദ്ര നിയമത്തിൽ വരുത്തിയൊരു മാറ്റം കൊണ്ട് നമ്മുടെ റോഡുകളിൽ പൊലിയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇത് അങ്ങേയറ്റം ഭയപ്പെടുന്ന ഒന്നാണ് സാർ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. സാർ, റോഡ് സേഫ്റ്റി അനുസരിച്ച് നമ്മുടെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയും അവർക്ക് അപകടമുണ്ടായിരിക്കാൻ വേണ്ടിയും ഹെൽമറ്റ് ഈ ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും അത് നിർബന്ധമാക്കുന്നതിനുള്ള നടപടി. ഹെൽമറ്റ് നിർബന്ധമാക്കുമോ എന്നായി ഉണ്ണിയാടന്റെ ചോദ്യം. സംസ്ഥാനത്ത് നിരത്തിലിറങ്ങുന്ന എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹെൽമറ്റ് നിർബന്ധമാക്കുന്ന വിഷയത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ അറിയിച്ചു. 250 വാട്ട്സിന് താഴെയുള്ള പവറും 25 കിലോമീറ്റർ സ്പീഡിലധികമില്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം വാഹനങ്ങൾ എന്ന രീതിയിൽ പല വാഹനങ്ങളും ഇറങ്ങുന്നുണ്ട് എന്നുള്ള അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇനി ഇതിന് താഴെയുള്ള 25 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ പോലും ഹെൽമറ്റ് ധരിക്കാതെ പോയാൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അപകടം ഈയിടെ കാസർഗോഡൊന്നുണ്ടായി. ഇപ്പം നേരത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായി. മാത്രമല്ല, ഇത്തരം വാഹനങ്ങൾക്ക് ഇൻഷുറൻസും നിർബന്ധമല്ല സാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടി ഇടിച്ച ആൾക്കൊന്നും കിട്ടില്ല, ഒരു അപകട ഇൻഷുറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കുടുംബങ്ങളുടെ ഈ ഇരകളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിലവിൽ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. എന്നാൽ 250 വാട്ടിൽ താഴെ പവറും മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ താഴെ പരമാവധി വേഗതയുമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നോൺ മോട്ടോർ വാഹന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഇവയ്ക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല. ഇത്തരം വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണെന്നും ഇവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നിയമമാണ് നിലവിൽ ഉള്ളതെങ്കിലും മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138(1)(a) പ്രകാരം സംസ്ഥാന സർക്കാരിന് ലഭ്യമായ ചട്ടനിർമ്മാണാധികാരം പ്രയോജനപ്പെടുത്തി ഈ വിഷയത്തിൽ പ്രായോഗിക പരിഹാരം കണ്ടെത്തുമെന്നും സർക്കാർ സഭയിൽ ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ പുത്തൂർ പൊന്നുകരയിൽ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. അയ്യന്തോൾ പുത്തൂർക്കര സ്വദേശി ജിജേഷാണ് മരിച്ചത്. ഹമ്പ് ചാടുന്നതിനിടെ ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായത്.
ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു പുത്തൂർ പൊന്നൂക്കര സെന്ററിലെ അപകടം. അയ്യന്തോൾ പുത്തൂർക്കര സ്വദേശി പേനിക്കാട്ട് വീട്ടിൽ 43-കാരനായ ജിജേഷ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ചോച്ചേരിക്കുന്ന് ഭാഗത്തു നിന്ന് വരുന്നതിനിടെ റോഡിലെ ഹമ്പ് ചാടിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ കടയുടെ മുന്നിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിജേഷിനെ നാട്ടുകാർ ഉടൻ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. ശമ്പള വർധന ആവശ്യപ്പെട്ട് തൃശൂരിലെ അമലയും ജൂബിലി മിഷൻ ആശുപത്രിയിലെയും നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തമാകുന്നു. മാനേജ്മെന്റുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ശമ്പള വർധന ആവശ്യപ്പെട്ട് അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം 2ാം ദിവസവും ശക്തമായി തുടർന്നു. സമരത്തിന്റെ ഭാഗമായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ശമ്പള വർധന സംബന്ധിച്ച് തൃശൂർ അതിരൂപതയുമായി ഇന്നലെ നടന്ന ചർച്ച ധാരണയിൽ എത്താതിരുന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിച്ചത്. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ നഴ്സുമാർ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തുകയും ബിഷപ്പ് ഹൗസ് റോഡ് ഉപരോധിക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അവസാനിച്ചത്. സർക്കാർ തലത്തിൽ അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന നിലപാടാണ് ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് UNA വ്യക്തമാക്കി. സംസ്ഥാനത്തെ മറ്റ് സ്വകാര്യ ആശുപത്രികൾ ഇടക്കാല ശമ്പളാശ്വാസം നൽകാൻ തയ്യാറായ സാഹചര്യത്തിൽ അമലയും ജൂബിലി മിഷനും മാത്രം അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ലെന്നും സംഘടന ആരോപിച്ചു. അതേസമയം സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നഴ്സുമാരുടെ മിനിമം വേതനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ മന്ത്രിയുമായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജലവിതരണത്തിലെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ നാളുകളായി വാട്ടർ അതോറിറ്റി അധികൃതർ ന്യായമായ രീതിയിൽ ഇതിലിടപെടുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എവിടെയെങ്കിലും ഒരു പൈപ്പ് അല്ലെങ്കിൽ തകരാറിലായാൽ അത് തിരിഞ്ഞു നോക്കുന്ന സ്ഥിതിയില്ല. പലപ്പോഴും നമ്മൾ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശുദ്ധജലം പൊട്ടിയൊഴുകി പോകുന്നത് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചാൽ അത് തിരിഞ്ഞു നോക്കുന്ന സ്ഥിതിയില്ല. ഏരിയ കമ്മിറ്റി അംഗവും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ TK രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി, KK അബീദ് അലി, CK ഗിരിജ, ഷീജ ബാബു, TK രാജു, PH നിയാസ്, AS സിദ്ധാർത്ഥൻ, AP ജയൻ, MS മോഹനൻ, TN ഹനോയ് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ അജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ഐക്കരപ്പറമ്പ് സ്വദേശി വലിയപറമ്പിൽ വീട്ടിൽ അജിത്തിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസിന്റെ വിവരമനുസരിച്ച് അജിത്ത് കൊടുങ്ങല്ലൂർ, മതിലകം, വലപ്പാട്, വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രജീഷ് SIയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സൗമ്യ EU, ഷാജു OG, അറഫാത്ത്, ASIമാരായ ഉമേഷ് ജോസഫ്, GSCPO ജിജിൽ ജെയിംസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ, അമൽദേവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി അടിപ്പാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള നടപടികൾക്ക് തുടക്കമായി. അടിപ്പാതയുടെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതയുടെ വീതി കുറയ്ക്കുന്ന ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി.
ചാലക്കുടി അടിപ്പാതയിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. അടിപ്പാതയുടെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതയുടെ പകുതി ഭാഗത്തെ കോൺക്രീറ്റ് പൊളിച്ചുമാറ്റി നടപ്പാതയുടെ വീതി കുറച്ചിരിക്കുകയാണ്. ഇതുവഴി ലഭിക്കുന്ന അധിക സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്ത് വാഹനങ്ങൾക്ക് കൂടുതൽ സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കും. ദിവസേന അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ഈ നടപടി സഹായകരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള കാർമൽ കോളേജിൽ പുതിയ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറും റേഡിയോ ജോക്കിയും നടനുമായ ജോസഫ് അന്നംകുട്ടി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന രീതി, ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന രീതി, ഒരാളെ സ്വാഗതം ചെയ്യുന്ന രീതി, മാസ്റ്റർ ഓഫ് ദ സെമിനാരിയിൽ പെൺകുട്ടി സംസാരിക്കുന്ന രീതി, വിമർശനങ്ങളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, നമ്മളേറെ ചതിക്കുമ്പോൾ പറ്റിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, ഒരാളുടെ പക വീട്ടാൻ തോന്നുമ്പോൾ ഞാനിന്ന് നിലപാടെടുക്കുന്നു എന്നുള്ള രീതി, ഡിഗ്നിറ്റി. ഒരു വാക്ക് നിങ്ങൾ എടുത്ത ഓത്തിൽ നിന്ന് നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വാക്ക് ഡിഗ്നിറ്റി എന്നുള്ളതാണ്. ഡിഗ്നിറ്റിയോടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ സംസാരം നമുക്ക് നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷന് സംസാരിക്കാം. പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബോട്ടണി വിഭാഗം മേധാവി പ്രൊഫസർ ബിന്ദു കെ.ബി. വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോർഡിനേറ്റർ മേരി ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി, ഡോക്ടർ ജിസ്മി ജോസഫ്, ഡോക്ടർ പ്രിൻസി കെ.ജി, PTA വൈസ് പ്രസിഡന്റ് പോൾ പടവാട്ടുമൽ എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം ചാലക്കുടി ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തെ മുഖ്യ വരുമാനത്തെ ബാധിക്കുന്ന ഒന്നല്ല എന്നത് കേരളത്തിന്റെ കാർഷികേതര വരുമാനത്തെ ആശ്രയിച്ച് 50 സെന്റ് ഭൂമിയുള്ള ഒരു കൃഷിക്കാരൻ, അയാൾ ഈ ഭൂമിയിലെ വരുമാനം ഒരുപക്ഷെ ആശ്രയിക്കും. പക്ഷേ അയാൾ പ്രധാനമായും ഗ്യാരണ്ടിയിലായി വരുന്നത്, ജീവിതത്തിന് ഗ്യാരണ്ടിയായി വരുന്നത് അയാളുടെ മകൻ ബാങ്കിൽ ഒരു ജോലിക്കാരനാണ്. ഏരിയ പ്രസിഡന്റ് KA ജോജി അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, TP ജോണി, TA രാമകൃഷ്ണൻ, ജിൽ ആന്റണി, MN ശശിധരൻ, KV സജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രിന്റ് ഹൗസ് പ്രസിദ്ധീകരിച്ച സമാഗമം കഥകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ഒരു കഥ പറയാം വാട്സപ്പ് കൂട്ടായ്മയിലെ 62 കഥാകൃത്തുക്കളുടെ തെരഞ്ഞെടുത്ത കഥകൾ ഉൾക്കൊള്ളുന്ന സമാഹാരമാണ് സമാഗമം കഥകൾ. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് VK രമേശ് നോവലിസ്റ്റ് സുരേന്ദ്രൻ മങ്ങാടിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. അജിത്രി പുസ്തക പരിചയം നടത്തി. ഉണ്ണി അഷ്ടമിശ്ര, EG വസന്തൻ, ബഷീർ തൃപ്പേക്കുളം, ഖനു, മൂസ വടക്കനോളി, ഫിറോസ് അബൂബക്കർ, ഐരൂർ സുബ്രഹ്മണ്യൻ, ഷിബു ജോബ്, KV പ്രദീപ്, സിദ്ദിഖ് അമ്പലപ്പുഴ, KP പ്രദീപ് കുമാർ, നസീർ മേത്തല, പ്രമോദ് പേരാമ്പ്ര, പ്രഭാദാമോദരൻ, MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂരിൽ വാഹനാപകടത്തിൽ മരിച്ച ജുവിന്റെ വിഷയം സഭയിൽ ഉയർത്തി തോമസ് ഉണ്ണിയാടൻ. ഇലക്ട്രിക് വാഹനം ഉപയോഗത്തിനും ഹെൽമറ്റ് നിർബന്ധമാക്കാൻ സർക്കാർ നിയമനിർമ്മാണത്തിലേക്ക്. തൃശൂർ പുത്തൂർ പൊന്നുകരയിൽ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. അയ്യന്തോൾ പുത്തൂർക്കര സ്വദേശി ജിജേഷാണ് മരിച്ചത്. മാനേജ്മെന്റുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. തൃശൂരിൽ സമരം കടുപ്പിച്ച് ജൂബിലി അമല ഹോസ്പിറ്റലിലെ നഴ്സുമാർ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.